ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മളെ പൊന്നോമന പോലെ വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, നമ്മുടെ കൈവിട്ട് പോകുന്നു. മദ്യവും മയക്കുമരുന്നുമെല്ലാം അവർ വേട്ടയാടുന്നു, അവരതിന് അടിമകളാകുന്നു, പല ക്രൂരകൃത്യങ്ങളിലേക്ക് അവരെ നയിക്കുന്നു. ഇതിനെല്ലാം കാരണമാകുന്നത് ഈ ഒരു കാര്യമാണ്, കഞ്ചാവും മയക്കുമരുന്ന്. അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരുപാട് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ കൊച്ചുങ്ങളെ നമ്മൾ അതീവ ജാഗ്രതയോടെ നമ്മൾ നോക്കിക്കാണണം. കാരണം വെച്ചാൽ അവർ ഈ സ്കൂളിൽ പോകുന്നത് ശ്രദ്ധിക്കുക. അവർ സ്കൂളിൽ ചെല്ലുന്നുണ്ടോ, അവരുടെ കൂട്ടുകെട്ടുകൾ ഏതൊക്കെയാണ്, അവർ സ്കൂളിൽ അവർക്ക് എങ്ങനെ പണം ഉണ്ടാകുന്നു, അവർ ഈ പണം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്നു. നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് നമ്മുടെ കുട്ടികൾ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള ആ ഒരു വിശ്വാസമാണ്. പക്ഷേ അത് തെറ്റാണ്. നമ്മളത് നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല. കാരണം അവരിൽ എപ്പോഴും നമ്മുടെ ആ ഒരു കണ്ണ് വേണം. അവരെന്ത് ചെയ്യുന്നു, അവരെവിടെ പോകുന്നു, അവർക്ക് പൈസ കിട്ടുന്നത് എങ്ങനെ, അവരെ പൈസ എങ്ങനെ വിനിയോഗിക്കുന്നു, ആരെല്ലാമാണ് അവരുടെ കൂട്ടുകാർ, ഇതൊക്കെ നമ്മളെപ്പോഴും അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ മാതാപിതാക്കളും അവനവരുടെ മക്കളെ ശ്രദ്ധിക്കുമ്പോൾ ഏറെക്കുറെ നമുക്ക് പിള്ളേരെ ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്തിരിപ്പിക്കാനാവും. ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഇപ്പോൾ കുട്ടികളുടെ സ്വഭാവം വരുന്നത്. പിഞ്ച് കുട്ടികൾ സ്കൂളിലെ വിദ്യാഭ്യാസ സമയത്ത് അവർക്ക് കിട്ടേണ്ട ആ ഒരു സംരക്ഷണം മാതാപിതാക്കളിൽ നിന്നും അതുപോലെ തന്നെ അധ്യാപകരിൽ നിന്നും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയം മാത്രമേ നമുക്ക് കുട്ടികളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. സ്കൂളിലിരിക്കുന്ന സമയം ടീച്ചേഴ്സിനാണ് ഒരു 10 മണി മുതൽ ഒരു 4 മണി വരെ സ്കൂളിൽ ആണ് അവർ സമയം ചെലവഴിക്കുന്നത്. ബാക്കി കിട്ടുന്ന സമയമാണ് മാതാപിതാക്കളൊപ്പം ഉള്ളത്. അപ്പം ഈ സ്കൂളിൽ ചെന്നെത്തുന്ന വരെയുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കളൊക്കെയും സ്കൂളിൽ ഇരിക്കുന്ന 10 മണി മുതൽ 4 മണി വരെയുള്ള സമയം അധ്യാപകരുടെയും സംരക്ഷണയിലാണ് പോകുന്നത്. അപ്പം ഉറപ്പ് വരുത്തണം നമ്മുടെ മക്കൾ സ്കൂളിൽ ചെല്ലുന്നുണ്ടെന്നും സ്കൂളിലെ വീട്ടിൽ വരുന്ന അതും തമ്മിൽ സ്കൂളിലെ ടീച്ചേഴ്സും പേരൻസും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കണം. അതുപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വഴിതെറ്റി പോകുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അവർക്കൊരു നല്ല ക്ലാസ്സുകളൊക്കെ കൊടുത്ത് കുട്ടികളെ ഏറെക്കുറെ ബോധവാന്മാരാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.